നമസ്കാരം. എൻ്റെ പേര് പ്രകാശ്. ആലപ്പുഴയാണ് സ്ഥലം. അമ്പലത്തിൽ പോകുമ്പോൾ ചില സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സന്ധ്യ സമയത്ത് അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഒന്നും ചെയ്യില്ല. ചിലർ മാത്രം വിളക്ക് കത്തിച്ചിട്ട് പോകും. ആ വിളക്കിൻ്റെ ഗുണം മാത്രം ഉണ്ടാവും. പക്ഷേ അതല്ല ചെയ്യേണ്ടത്. വീട് വൈകുന്നേരം ശുദ്ധമായിട്ട് അടിച്ച് വൃത്തിയാക്കി, അടുക്കളയും ഭദ്രമായിട്ട് തന്നെ വൃത്തിയാക്കി ശുദ്ധമായിരിക്കണം. കാരണം സരസ്വതി ദേവി വിളയാടുന്നുണ്ടെന്നാണ് വിശ്വാസം. അടുക്കളയിൽ പെണ്ണുങ്ങൾ സഹകരിക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് പാത്രങ്ങളും പരിസരങ്ങളും എല്ലാം ഏത് ദിവസവും ശുദ്ധമായി ശാന്തമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് സാധാരണ പെണ്ണുങ്ങൾ രാവിലെ കുളിച്ചിട്ട് തൊഴുതാണ് അടുക്കള കയറാറ് പതിവ്. അപ്പോൾ ഇതിങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഏത് സമയവും അടുക്കള വളരെ ശുദ്ധമായിരിക്കണം. അഴുക്കൊന്നും കാടില്ല. പാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ അടുക്കി വെച്ചേക്കണം. ഈ സമയത്താണ് നമ്മൾ വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോൾ അതിലകത്തുനിന്ന് ഒരു തിരി കൊണ്ടുവന്നാണ് വിളക്കിടേണ്ടത്. ഈ വിളക്കെന്ന് പറയുന്നത് തട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ 3 പേര് അതിനകത്തുണ്ടെന്നാണ് വിശ്വാസം. ഇതിനകത്തും ആ മറ്റേ കഥ തന്നെ പറയുകയാണ് ഉണ്ടെന്നാണ്. തട്ട് സരസ്വതിയും തിരി ശ്രീപാർവതിയും പിന്നെ നാളം ലക്ഷ്മി ദേവി. തട്ട് സരസ്വതി, മറ്റേ ശ്രീപാർവതി, നാള് ലക്ഷ്മി ദേവി. അപ്പോൾ ഈ 3 പേരും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ദേവിനെ നമ്മൾ ഒരിക്കലും തീപ്പെട്ടിക്കുള്ളി ഉരച്ചോ മറ്റതൊടിച്ചോ ഒരിക്കലും വിളക്ക് കത്തിക്കാൻ പാടില്ല വൈകുന്നേര സമയത്ത്. സന്ധ്യ സമയം, സന്ധ്യയല്ല പകലും അല്ലാത്ത സമയം, ഈ സമയത്ത് തന്നെ വിളക്ക് കത്തിക്കണം. അതെന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഒരു തിരി കൊണ്ടുവരുമ്പോൾ ദേവി ശ്രീപാർവതി സരസ്വതിയൊക്കെ അവിടെ വിളയാടുന്ന സ്ഥലമാണെന്ന് അടുക്കള എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു തിരി കൊണ്ടുവന്ന് നേരെ വയ്ക്കുക. കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും. കിഴക്ക് വശം വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം സൂര്യഭഗവാനെ ഉദ്ദേശിച്ചാണ്. പടിഞ്ഞാറ് വശം മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും ഒരേ തിരി. തട്ട് പറഞ്ഞല്ലോ, ചൂട് ശ്രീപാർവതിയാണ്. അപ്പോൾ ഇത് വിളക്ക് കൊണ്ടുവന്ന് വീട്ടിൽ തളിച്ചിട്ട് വീട്ടിൽ വയ്ക്കണം. വീട്ടിൽ വെച്ച് തൊഴുതിട്ട് വേണം അമ്പലത്തിൽ പോകാൻ. തൊഴുതിട്ട് പറഞ്ഞാൽ മുറ്റം അടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറ്റം അടിച്ചു കഴിഞ്ഞാൽ ചാണകം തെളിക്കും. ചാണകം തെളിച്ച് കഴിഞ്ഞിട്ട് ഒരു നെരുപ്പോട് വയ്ക്കണം. ചാണകം തെളിച്ചാൽ ഉടനെ നെരുപ്പോട് വയ്ക്കണം. ചൂലെടുത്ത് മാറ്റി വയ്ക്കണം. അത് പിന്നെ ചൂലെടുത്ത് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ ഭഗവതി മൂശാട്ട എന്ന് പറയുന്ന സ്ത്രീ വൈകുന്നേരം വീടുകളിൽ കയറി ഇറങ്ങുന്നതെന്നൊരു വിശ്വാസമുണ്ട്.